हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्. ഇന്ന് നമ്മൾ 73-ഉം 74-ഉം ശ്ലോകമാണ് എടുക്കാൻ പോകുന്നത്, ചെല്ലാൻ പോകുന്നത്. 73-ഉം 74-ഉം. സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണപ്രിയ പൂർണ്ണഃ പൂരയിതാ പുണ്യ പുണ്യകീർത്തിരനാമയ മനോജവസ്തീർത്ഥകരോ വസുരേദാ വസുപ്രദാ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവീ. നമ്മൾ തുടങ്ങാൻ പോണ ആദ്യത്തെ ശ്ലോക നാമം 682 സ്തുതി. സ്തുതി ഭഗവാൻ തന്നെയാണ്. സ്തോത്രം ചെയ്യുന്ന ക്രിയയാണ് സ്തുതി എന്ന് പറയുന്നത്. സ്തുതിക്കുക, നാമം ചെല്ലുക, ജപിക്കുക, അങ്ങനെയുള്ള സ്തോത്രങ്ങളൊക്കെ. അപ്പോൾ ആ സ്തോത്രങ്ങൾ, ആ സ്തുതിക്കുന്നത്, ആ സ്തുതിയും ഭഗവാൻ തന്നെയാണ്. ദ ആക്ട് ഓഫ് സ്തുതി ഈസ് ഓൾസോ ഭഗവാൻ. കാരണം ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ആർക്കും തന്നെ ഭഗവാനെ സ്തുതിക്കാൻ പോലും പറ്റില്ല. നമുക്കൊക്കെ അനുഭവങ്ങളാണ്. പല പ്രാവശ്യവും നമ്മൾ ഓരോ അമ്പലത്തിലേക്കും ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകണമെന്ന് പ്ലാനിടും, നടക്കില്ല. പ്രത്യേകിച്ച് മൂകാംബിക, ഗുരുവായൂർക്കൊക്കെ നമ്മുടെയും ഭഗവാന്റെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ അമ്പലത്തിൻ്റെ പടി ചവിട്ടി അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലും കൊള്ളാം, വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞാലും കൊള്ളാം, തന്നെയായാലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് തോന്നില്ല, അങ്ങോട്ട് വരില്ല. എന്താ ചെയ്യാം? നമ്മൾ സ്തുതിക്കാനുള്ള മനസ്സൊന്നും തോന്നില്ല ഭഗവാന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ. അത് അനുഗ്രഹം കൊട്ടക്കണക്കിന് ചൊരിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഭഗവാനെ സ്തുതിക്കാനുള്ളൊരു ഒരു മനസ്സും നമുക്ക് കുറച്ച് നേരം അനുഗ്രഹിച്ച് കിട്ടുന്നത്. അപ്പോൾ അതും ഭഗവാൻ, സ്തുതി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് സ്തുതി. ഭഗവാന്റെ സ്വരൂപത്തിനെയാണ് സ്തുതിക്കണത്. മനസ്സിലായില്ലേ? ഭഗവത് സ്മരണയ്ക്കുള്ള ഒരു ഉപാധിയാണ് സ്തുതി. എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കാൻ ഉള്ളൊരു ഉപാധി, അതിനൊരു ഉപകരണമാണ്. ഭഗവത് സ്മരണ എങ്ങനെയുണ്ടാവുക? നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാവും. എന്താ കാരണം? സ്തുതി ഉണ്ടായാൽ മതി. ഭഗവത് സ്തുതി ഉണ്ടായാൽ അത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഉപായമായി. അതുകൊണ്ടാണ് ചെറുപ്പത്തിലേ കുട്ടികളെ നാമങ്ങളൊക്കെ ചൊല്ലി ശീലിപ്പിച്ച് ചെറിയ ചെറിയ കുഞ്ഞു ശ്ലോകങ്ങളൊക്കെ ചൊല്ലി മനസ്സിലാക്കി അതിങ്ങനെ മനസ്സിൽ കിടന്നോളും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ അല്ലേ പഠിപ്പിക്കേണ്ടത്. അപ്പം അത് പുറത്ത് വരും വലുതായാൽ. മറ്റേ നമ്മൾ നാമങ്ങളൊക്കെ ചൊല്ലി കുട്ടികളെ പഠിപ്പിച്ച് ശീലിച്ച് മനസ്സിൽ ആ ഒരു വാക്സിനൊക്കെ കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് തോട്ട്സൊക്കെ വരാൻ ചാൻസുകൾ കുറവാണ്. അഥവാ വന്നാൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള റെസിസ്റ്റൻസ് പവറും അവർക്കുണ്ട്. അതിനാണൊക്കെ കൊടുക്കുന്നത്. അതിനൊന്നും ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല ലൈഫ് അങ്ങോട്ട് സക്സസ് ആവുമെന്ന്. ആ ഗ്യാരണ്ടി നമുക്ക് പറയാൻ വയ്യ. കാരണം പല അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ
നിക്ഷിപ്തമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ധൈര്യം പറയാനൊന്നും പറ്റില്ലെങ്കിലും ആവുന്നതും പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ പല ഇഞ്ചക്ഷൻസ് എടുക്കുന്നില്ലേ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ലേ, ട്രിപ്പിൾ ആൻറ്റിജൻ. അത് എടുത്ത കുട്ടികൾക്ക് വരില്ല എന്നുണ്ട്. പോളിയോ ഇഞ്ചക്ഷൻ എടുത്ത എത്ര കുട്ടികൾക്ക് പോളിയോ വന്നിട്ടുണ്ട്? ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അത് വരാൻ പാടില്ല. പോളിയോ ഉള്ള വാക്സിൻ എടുത്താൽ വരില്ല. അപ്പോൾ നമ്മളുടെ ദൈനംദിനം ജീവിതം സുഗമമായിട്ട് കൊണ്ടു നടത്താനുള്ള, സുഖമായിട്ട് ജീവിക്കാൻ, സുഖത്തിന് വേണ്ടിയല്ല, സുഖമായിട്ട് ജീവിക്കാനുള്ളൊരു പ്രക്രിയയിലൂടെ നമ്മളുടെ മനസ്സിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി കിട്ടുന്ന ഒരു വാക്സിനാണ് ഈ സ്തോത്രങ്ങൾ നമ്മൾ പഠിപ്പിക്കുക, കുട്ടികളെ സ്തുതി പഠിപ്പിക്കുക. അതാണ് ആ ഒരു എന്താ പറയുക, ചിട്ടവട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ ഭഗവത് സ്മരണ ഉണ്ടാകാനുള്ള ഉപാധിയാണ് സ്തുതി. ആ സ്തുതി നമ്മളുടെ കൂടെ കൊണ്ടു നടക്കാം. അല്ല ഭാരമൊന്നുമില്ലല്ലോ അതിന്. എത്ര ദൂരം വേണമെങ്കിലും കൊണ്ടുപോകാം, ഒരു ഭാരവുമില്ല. ഈ യാത്ര പോകുമ്പോൾ പണ്ട് വഴിച്ചെലവിന് ആൾക്കാർ കയ്യിൽ സാധനങ്ങൾ കരുതാറുണ്ട്, വഴിക്ക് യാത്ര പോകുമ്പോൾ കഴിക്കാൻ. പണ്ട് അങ്ങനെയാണല്ലോ, ഫുഡൊന്നും കിട്ടില്ലല്ലോ. ഇനി കേറ്ററിങ്ങും റെസ്റ്റോറൻറ്റൊന്നും ഇല്ലാത്ത കാലത്ത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തീർത്ഥയാത്രയ്ക്കോ അല്ലെങ്കിൽ ഉല്ലാസയാത്രയ്ക്കോ എങ്ങോട്ട് പുറപ്പെട്ടാലും, പിക്നിക്കാവാം, പിൽഗ്രിമേജ് ടൂറാവാം, എങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കരുതും. മനസ്സിലായില്ലേ? ഒരു പൊതിച്ചോറ് നമ്മൾ കരുതും കയ്യിൽ, അതൊന്നാണ് എടുത്ത് ഭക്ഷിക്കുക. ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന കാലയളവുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. പക്ഷേ എന്നാലും ഇപ്പോഴും അതാണ് ആ സുഖം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ തന്നെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകുക. അതിനെ സ്വാദും രുചി എന്ന് പറഞ്ഞിട്ട് അതാണ് കൊണ്ടുപോകുക. പക്ഷെ അന്നത് നിർബന്ധമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, പരമഭക്തൻ പറഞ്ഞു, യാത്രയ്ക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ സ്തുതി ആണ് എന്താ പൊതിച്ചോറായിട്ട് എടുക്കാൻ കണ്ടിരിക്കണതെന്ന് പറഞ്ഞു. വേറെ ആരുമില്ല, കുലശേഖര പെരുമാളെ അറിയാലോ, കേട്ടിട്ടില്ലേ? മുകുന്ദമാല, പരമ കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹം പറയും, ഞാൻ എൻ്റെ കയ്യിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പൊതിച്ചോറ് എടുക്കും. മനസ്സിലായില്ല? ആ പൊതിച്ചോറ് എന്താണെന്നല്ലേ പറയേണ്ടത്, അതിനെ വർണ്ണിക്കുകയാണ് ഭഗവാൻ, കുലശേഖര പെരുമാൾ. അദ്ദേഹം കൊണ്ടുപോകണ പൊതിച്ചോറ് എന്താ എൻ്റെ സ്വരൂപം? അയാപ്യമക്രേയമയാദയാമം അപാച്യമക്ഷവ്യമദുർഭരം മേ ആസ്തേവവാധേയമിത പ്രയാണേ ശ്രീകൃഷ്ണനാമാമൃതഭാഗധേയം. ശ്രീകൃഷ്ണ നാമാമൃത ഭാഗധേയം, ശ്രീകൃഷ്ണൻ്റെ നാമമായിരിക്കുന്ന അമൃതമായിരിക്കുന്ന ഭാഗധേയം മീൻസ് പൊതിച്ചോറ്. ബാക്കി കൊണ്ടുപോകുന്നു, വഴിച്ചെലവിനായിട്ട് കൊണ്ടുപോകുന്നു, അല്ലേ? കർമ്മഫലം എന്നൊക്കെയാണ് ഭാഗധേയത്തിൻ്റെ നാമം. ഒരു തരത്തിൽ കർമ്മഫലം തന്നെയാണ്. നമ്മൾ സ്തുതികൾ കൊണ്ട് വഴിക്ക് ഈ ജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളായിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. അതിനാണ് ഭാഗധേയം എന്ന് പറയുന്നത്. എനിക്ക് ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോകുന്നു. അതുപോലെ പൊതിച്ചോറ് ഈ യാത്രയിൽ ചെലവഴിക്കാനുള്ള വസ്തു നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഭാഗധേയം എന്ന് വെച്ചാൽ പൊതിച്ചോറ് എന്നൊരു അർത്ഥമുണ്ട്. ആ പൊതിച്ചോറിന് എന്താ പ്രത്യേകത? അയാപ്യം അക്രേയമയാതയാമം ആപ്യാച്യം അക്ഷവ്യമദുർഭരം തേ ആസ്തേവമാധേയമിത പ്രയാണേ ശ്രീകൃഷ്ണനാമാമൃതഭാഗധേയം. അത് ആയാപ്യം അക്രേയം അയാതയാമം, അത് യാചിച്ച് നടക്കേണ്ട കാര്യമില്ല. വല്ലതും തരുമോ? വിശക്കണു, വല്ലതും തരുമോ എന്ന് യാചിക്കേണ്ട, വില കൊടുത്ത് വാങ്ങണ്ട. ആയാപ്യം അപ്രേയം അയാതയാമം അപാച്യം അക്ഷവ്യമ ദുർഭരം മേ. പഴഞ്ചോറായി മാറില്ല, അത് വളിക്കില്ല, പുളിക്കില്ല, പഴമ ഉണ്ടാവില്ല, പഴഞ്ചോറാവില്ല.
മറ്റു കുറേ നമ്മൾ എന്ത് തൈര് സാധമോ സാമ്പാർ സാധമോ എന്ത് കൊണ്ടുപോയാലും കുറേ കഴിഞ്ഞാൽ അത് വലിക്കില്ലേ? ഒരു ദിവസമൊക്കെ കഴിഞ്ഞാലോ അതിൻ്റെ മണവും സ്വാദമൊക്കെ മാറും ആണ്. അപ്പോൾ അപാച്യം അക്ഷവ്യം ആ ദുർഭരം മേ, പഴഞ്ചോറാവില്ല, ഭക്ഷിച്ചാൽ തീരില്ല. ആസ്തേവ മാധേയമിത പ്രയാണേ, കൊണ്ടുപോകാൻ ഒരു ഭാരവുമില്ല, യാതൊരു ഭാരവുമില്ല. എന്താ? ശ്രീകൃഷ്ണനാമാമൃത ഭാഗധേയം, ശ്രീകൃഷ്ണനാമമായിരിക്കുന്ന ഭാഗധേയം. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഞാൻ കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പം ഈ സ്തുതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും സദാസമയത്ത് നമുക്ക് കൊണ്ടു നടക്കാവുന്ന കാര്യമാണ്. അത് വലിയൊരു ഉപാധിയാണ്, വളരെ ഒരു ഉപാധിയാണ് ഇതിന്, ഈശ്വര സ്മരണയ്ക്ക്. അത് ചെല്ലുമ്പോൾ നമുക്ക് സദാ ഈശ്വരനെ സ്മരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ തിരക്കിൽ എങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ സ്മരിക്കുക? മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് കണ്ണും മൂക്കടച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പല കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും യാത്ര പോകുമ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഭഗവാനെ ധ്യാനിക്കാനുള്ള എന്താ വഴി? ഭഗവാനെ സ്മരിക്കാൻ എന്താ വഴി? സദാസമയത്ത് എനിക്ക് ഭഗവാനെ സ്മരിക്കണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ ചുറ്റുപാടുകൾ അതിന് സമ്മതിക്കുന്നില്ല. അതിനാണ് ഈ പൊതിച്ചോറെടുത്തോളാൻ പറഞ്ഞത്. അയാപ്യം അക്രേയം അയാതയാമം അപാച്യം അക്ഷവ്യമ ദുർഭരം തേ ആസ്തേവ മാധേയം ഇതപ്രയാണി ശ്രീകൃഷ്ണനാമാമൃത ഭാഗധേയം. മുകുന്ദമാലയിലത്തെ ശ്ലോക. അപ്പോൾ അതാണ് സ്തുതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു ഉപാധി, ഭഗവത്സ്മരണയ്ക്കുള്ള ഒരു ഉപാധിയാണ്. അപ്പം അത് ആ സ്തുതിയും ഭഗവാൻ തന്നെയാണെന്നാണ് വിഷ്ണുവിൽ പറയുന്നത്. അപ്പോൾ അതാണ് സ്തുതി. അടുത്ത നാമം സ്തോത. സ്തോത എന്ന് വെച്ചെങ്കിൽ സ്തുതിക്കുന്നവൻ എന്നർത്ഥം. ആരാണോ സ്തുതി ചെല്ലുന്നത് ആ സ്തുതിക്കുന്നവൻ, അവൻ്റെ പേരാണ് സ്തോത. പെയർ, പെയ്, വെണ്ടർ, വെണ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കൊടുക്കുന്നവൻ വാങ്ങുന്നവൻ എന്നൊക്കെ. അപ്പോൾ സ്തുതിക്കുന്നവൻ. ഈ ബ്രഹ്മസ്വരൂപം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ശാന്തസ്വരൂപമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാനും ശാന്തസ്വരൂപനാണ്. അപ്പം ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുന്ന ഭക്തൻ, ആത്മാർത്ഥമായിട്ട് സ്തുതിക്കുന്നവൻ, ആത്മാർത്ഥതയോടുകൂടി സ്തുതിക്കും, വിത്ത് സിൻസിയറിറ്റി, അങ്ങനെ സ്തുതിക്കുന്നവൻ താൽക്കാലികമായിട്ട് അവൻ്റെ സുഖദുഃഖങ്ങളെല്ലാം മറന്ന്, സ്ഥലകാലങ്ങളെല്ലാം മറന്ന്, അതിനൊന്നും കണ്ടീഷനാവാതെ, അതിനൊന്നും അടിമപ്പെടാതെ, അതൊന്നും ബാധിക്കാതെ ഭഗവാനിൽ ലയിക്കുന്ന ഒരു ദിവ്യ മുഹൂർത്തമാണ് സ്തുതിക്കുന്ന സമയം. ഭഗവാനെ സ്തുതിക്കുന്ന ഒരു മൊമെൻ്റ്, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഉണ്ടല്ലോ, ആ സമയം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്തുതിക്കുന്ന, ആ ഭഗവാനെ സ്തുതിക്കുന്ന, മനസ്സറിഞ്ഞ് സ്തുതിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ഭക്തൻ അവനെ തന്നെ മറന്ന്, അവൻ്റെ ചുറ്റുപാട് മറന്ന്, അവൻ്റെ കുടുംബത്തിനെ മറന്ന്, അവൻ്റെ സ്വന്തം സുഖദുഃഖങ്ങൾ മറന്ന്, സ്ഥലകാലഭേദമില്ലാതെ, ശരീരബോധമില്ലാതെ ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു ദിവ്യ മുഹൂർത്തമാണത്. ആ പ്രേയറിൻ്റെ മൂർധന്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ പ്രക്രിയ ചെയ്യുന്ന ആളെയാണ് സ്തോത എന്ന് പറയുന്നത്. ഈ അഭ്യാസം തുടർന്നാൽ, ഈ പ്രക്രിയ തുടർന്നാൽ, അചിരേണ മീനിങ് കാലക്രമേണ, അധികം താമസിക്കാതെ ഭഗവാൻ തൻ്റെ ഭാവം നൽകി അവനെയും ഭഗവാനാക്കുന്നു, താതാത്മ്യം പ്രാപിപ്പിക്കുന്നു. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നേരം ആയിരിക്കാം, എങ്കിലും ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, എക്സോൾട്ടഡ് പ്രെയർ. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ, ഭജനൊക്കെ കണ്ടിട്ടില്ല നമ്മൾ, ഒന്നിച്ചൊരു കോൺഗ്രിഗേഷണൽ ഭജൻസിലൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് അറിയാം നമുക്ക്.
ഒറ്റയ്ക്ക് നാമം ചെല്ലുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലവർക്ക് അത് മനസ്സിലാവും. പക്ഷേ ആ ഒരു കോൺഗ്രിഗേഷണൽ ഭജൻസിൽ, ആ ഹൈറ്റ് ഓഫ് ഭജൻസിൽ അങ്ങോട്ട് എത്തി വിചാരിക്കുക, എക്സ്റ്റാറ്റിക് എന്നൊക്കെ പറയില്ലേ, സ്ഥലകാല ബോധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ രാമ ഗോവിന്ദ എന്നുള്ള ഒരു വിളിയുടെ ആ ഒരു എക്സ്റ്റാറ്റിക് പോയിന്റ് ഓഫ് മൊമെൻറ്റിൽ, ആ ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് ഓർ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മളെ ഭഗവാനാക്കുകയാണ്. ഭഗവാന്റെ സത്സ്വരൂപം നമ്മൾ പ്രകാശിപ്പിക്കുകയാണ്. ഉള്ളിലുള്ള പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളാരാ? നിങ്ങൾ ഭഗവാൻ തന്നെയാണ്. ഈ ഭജന പാടുന്ന ആളാരാ? ഈ സ്തുതിക്കുന്നവൻ ആരാ? ഭഗവാൻ തന്നെയാണ്. സ്തോതൻ ആരാ? ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് സ്തോത എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് പറയാൻ കാരണം. ഭഗവാനായി മാറുന്നു, ഭഗവാനായി താതാത്മ്യം പ്രാപിക്കുന്നു. എനിക്ക് അല്ലെങ്കിൽ എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയമുള്ളവനാണ് എന്നല്ല ഗീതാവചനം. ആരുടെ മനസ്സാണോ ബുദ്ധിയാണോ എന്നിൽ അർപ്പിക്കുന്നത് അവൻ എനിക്ക് പ്രിയപ്പെട്ട ഭക്തനാണ്, അവനാണ് എനിക്കുള്ള ഭക്തൻ. മയ്യർപ്പിത മനോബുദ്ധി യോമത് ഭക്ത സമയപ്രിയ എന്നല്ലേ ഭഗവാൻ പറഞ്ഞേക്കണം 12-ാമത്തെ. കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, കംപ്ലീറ്റ് സറണ്ടർ ടു ഭഗവാൻ. സ്തോത്രത്തിൽ എന്താ നടക്കുന്നത്? സ്ഥലകാല ബോധം ഇല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ശരീരവും മനസ്സും എല്ലാം ഏകോപിപ്പിച്ചിട്ട്, ബോഡി മൈൻഡ് ഇൻ്റലക്ട് ഓൾ ഇൻ വൺ ഡയറക്ഷൻ, ഫോക്കസ്ഡ് അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദി ലോർഡ് അല്ലേ? വേറൊരു ചിന്തയില്ല. ആ പറയുന്ന വാക്കിൻ്റെ മുകളിൽ ധ്യാനം മാത്രമേ ഉള്ളൂ. രാമാനീ രാമൻ, കൃഷ്ണാണി കൃഷ്ണൻ, ആരായാലും. അത് കോൺഗ്രിഗേഷണൽ സോങ്സ് ഭജൻസിന് വളരെ ഒരു വിശേഷത കൂടും. കാരണം ഒരു ആംബിയൻസ് കൂടുതൽ കിട്ടും നമുക്ക്. ആണ് ഭജൻസിൻ്റെ ഗുണം. ഒറ്റയ്ക്ക് ഇരുന്ന് നാമം ചെല്ലിയാലും കുഴപ്പമൊന്നുമില്ല, സ്തുതിച്ചാലും കുഴപ്പമില്ല, സൈലൻ്റായിട്ട് ചെല്ലിയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ഓൾ ലെഫ്റ്റ് ടു യു. ആ മെത്തഡോളജി ഒക്കെ നിങ്ങൾക്കറിയാം. ഇത് സയൻസ് പറഞ്ഞു മാത്രം പോകാൻ. ടെക്നോളജി, യു യൂസ് യുവർ ടെക്നോളജി. ഇത് സയൻസ് എന്താ? അങ്ങനെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ വെദർ എലോൺ, ടുഗദർ, സിംഗിൾ, ജോയിൻ്റ്ലി, എന്ത് തന്നെ ആയാലും ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ് നിങ്ങളും ഞാനുമായിട്ട് മാറും. ഞാനും നീയുമായിട്ട് ഏകോപിപ്പിക്കും. ഭഗവാനും നമ്മളുമായിട്ട് ഒരു എന്താ പറയുക, വൺനെസ്, യുജ്, യോഗ, ജോയിനിങ്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അതിൻ്റെ അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മൾ അവിടുന്ന് പുറത്ത് പോരും. അധികം നേരം കിട്ടില്ല. ഒരു ട്വിങ്ക്ലിങ് ഓഫ് എ സെക്കൻഡ്. അപ്പം അങ്ങനെ ഭഗവാനായിട്ടുള്ള താതാത്മ്യം പോസിബിൾ ആണ് എന്ന് കാണിക്കാനല്ലേ ഇപ്പോൾ ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചെന്ന ഒരു സാമ്പിള്. പറ്റായൊന്നുമില്ല, ആൾക്കാർ പറയാൻ പറ്റില്ല എന്ന്. പറ്റായൊന്നുമില്ല, നീയും ഞാനും ഒന്നാണെന്നുള്ള തത്വം നിനക്ക് അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാ സമയത്തും നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ മൈ അർപ്പിത മനോബുദ്ധി, എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും നീ ചെയ്യുന്നത്. ശരീരം നീ എന്നിൽ അർപ്പിക്കാൻ ഞാൻ പറയണില്ല. കാരണം ശരീരം എന്നിൽ അർപ്പിക്കണമെങ്കിൽ നിനക്ക് അമ്പലത്തിൽ പോയി അവിടെ തന്നെ ഇരിക്കേണ്ടി വരും. അത് ഞാൻ പറയുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, മൈ അർപ്പിത മനോബുദ്ധി, എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എന്ത് കർമ്മം നീ ചെയ്യുകയാണെങ്കിലും ആ കർമ്മം ചെയ്യുന്നിടത്ത് എന്നിൽ അർപ്പിക്കുക. ആ കർമ്മം ഞാനാണ് എന്നുള്ള ഭാവത്തോടു കൂടി നീ ചെയ്യുക. അങ്ങനെയുള്ളവനാണ് എനിക്ക് ഏറ്റവും ഭക്തൻ. അങ്ങനെയുള്ളവനാണ് എൻ്റെ ഭക്തൻ. അങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്ക് പ്രിയവും. മയ്യർപ്പിത മനോബുദ്ധി യോമത് ഭക്ത സമയപ്രിയ. അപ്പോൾ എന്താ പറയുക, സ്തോതാവും സ്തുതിയും സ്തോത്രവും എല്ലാം ഭഗവാൻ തന്നെ. ഈ മനോഭാവമാണ് സ്തുതിയിൽ ഉറക്കേണ്ടത്. സ്തുതി നടത്തുമ്പോൾ, സ്തുതി പാടുമ്പോൾ ഉറക്കേണ്ട മനോഭാവം ഇതാണ്, ഭഗവാൻ തന്നെയാണ്. അതാണ്
സ്തോത എന്നുള്ള നാമം വരാൻ കാരണം. ലളിതാ സഹസ്രനാമത്തിലുമുണ്ട്. സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ അല്ലേ ആ നാമല്ലേ. സ്തോത്രപ്രിയ വരുന്നുണ്ട്. സ്തോത്രപ്രിയ അവസാനമാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏതാണ്ട് അവസാനമുള്ള നാമം അത്. സ്തോത്രപ്രിയ സ്തുതിമതി. സ്തോത്രപ്രിയ എന്നാണ് പറഞ്ഞത്. സ്തോത്രങ്ങളിൽ പ്രിയമുള്ളവൾ, ഇഷ്ടമുള്ളവൾ. സ്തോത്രപ്രിയ സ്തുതിമതി. ഷീ ഈസ് ഹെർസെൽഫ് സ്തുതി. ശ്രുതി സംസ്തുത വൈഭവ. ആ ശ്ലോകത്തിലും ഈ നാമം നമുക്ക് കാണാം. അപ്പോൾ അതാണ് സ്തോത എന്നുള്ള നാമം. ഓക്കെ. ഇനി രണപ്രിയ, യുദ്ധം ഇഷ്ടപ്പെടുന്നവൻ എന്നർത്ഥം. ഇത് പുതിയൊരു ടൈറ്റിലാണല്ലോ. യുദ്ധം ഇഷ്ടപ്പെടുന്നവൻ. മനസ്സിലായില്ലേ? ആരോട്, എന്തിനോട്? അതാണ് പ്രധാനം. എന്തിനോടാണ് യുദ്ധം ഇഷ്ടപ്പെടുന്നത്? ആരോടാണ് യുദ്ധം ഇഷ്ടപ്പെടുന്നത്? നീചവാസനകളോടുകൂടിയ ചുറ്റുപാടുകളോടും വ്യക്തികളോടുമാണ് ഭഗവാന് യുദ്ധം ചെയ്യാൻ ഇഷ്ടം. യുദ്ധവാസനകളോടുള്ള രണം, ബാഹ്യമായാലും ശരി ആന്തരികമായാലും ശരി. ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് all low tendencies and false values within and without us. ആണ് ഞങ്ങളുടെ ചിന്മയാമിഷനിലെ പ്രയറിലുള്ളൊരു സെൻറ്റൻസാണ്. ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ലോ ടെൻഡൻസീസ് ആൻഡ് ഫോൾസ് വാല്യൂസ് വിത്തിൻ ആൻഡ് വിത്തൗട്ട് അസ്. നമ്മളുടെ ഉള്ളിലും പുറത്തുമുള്ള ലോ ടെൻഡൻസീസ്, നീചവാസനകളും ആൻഡ് ഫോൾസ് വാല്യൂസ്, ദുരഭിമാനങ്ങൾക്കും വേണ്ടി പോരാടുന്നവനാണ് ഭഗവാൻ സദാസമയവും. രണപ്രിയനാണ്. അതിനോടൊക്കെ രണം ചെയ്യാൻ എന്താ പറയുക, വാസനയുള്ളവനാണ്. ബാഹ്യമായിട്ട് നോക്കിയാലും ആന്തരികമായിട്ട് നോക്കിയാലും. ബാഹ്യമായിട്ട് നോക്കിയാൽ ഭക്തൻ എന്നുള്ള എന്നെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. ഭക്തൻ്റെ വഴിക്ക് പോകാൻ പറ്റാത്ത കാരണം എന്താ നമ്മൾ കണ്ടു? അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരാദികളായിരിക്കുന്ന ആ 6 ഷഡ്വേരികളെ നിലയ്ക്ക് നിർത്തണ്ടേ? അവരോട് യുദ്ധം വെട്ടണ്ടേ? അതിനുള്ള ശക്തി നമുക്ക് തരണ്ടേ ഭഗവാൻ? അത് ഭഗവാൻ തരും. അത് രണം ചെയ്യാൻ പ്രിയമാണ് ഭഗവാന്. അങ്ങനത്തെ കേസ് നീ കൊണ്ടുപോകാൻ ഞാൻ ഇപ്പം വേഗം തീർപ്പ് കൽപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അല്ലാണ്ട് നല്ല ആൾക്കാരോടും നല്ല കാര്യങ്ങളോടും യുദ്ധം ചെയ്യരുത്. നമുക്കതിൽ നന്മ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നല്ല ആൾക്കാരെ പിടിച്ച് കശാപ്പ് ചെയ്യരുത്. നീചവാസനകളോട്, ദുരഭിമാനങ്ങളോട് ഇതൊക്കെ അത് ആന്തരികമായിട്ട് നിൻ്റെ ഉന്മനത്തിന് അത് ഉയർച്ചയ്ക്ക് നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം വിത്ത് യു. ഇനി ബാഹ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വിശ്വത്തിൻ്റെ, ഈ ജഗത്തിൻ്റെ രക്ഷണയല്ലേ ഭഗവാന്റെ സംരക്ഷകനായ ഭഗവാന്റെ പ്രവൃത്തി? ഭഗവാന്റെ ജോബ് കണ്ടൻറ് എന്താ? ഭഗവാന്റെ ലക്ഷ്യം എന്താ? ഭഗവാന്റെ കർമ്മം എന്താ? ധർമ്മപദ്ധതി എന്താ ഭഗവാന്റെ? ഈ ജഗത്തിനെ രക്ഷിക്കുക. അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടിയെ അദ്ദേഹം രക്ഷിച്ചു പോരുന്നു. ആ രക്ഷണം അത് ഭഗവാന്റെ കർത്തവ്യമല്ലേ? അപ്പം ഭഗവാൻ എന്തും അതിനുവേണ്ടി ആയുധമായിട്ട് ഉപയോഗിക്കാമെന്ന് അർത്ഥം. എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അധർമ്മികളെ, ധാർമ്മികമല്ലാത്ത രീതിയിൽ നടക്കുന്നവരെ, ഈ ലോകത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള നിലനിൽപ്പിന് കോട്ടം തട്ടുന്ന വ്യക്തികളെ, ശക്തികളെ തിരുത്താൻ, അഥവാ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ തുരത്താൻ. തിരുത്താൻ പറ്റിയാൽ തിരുത്തും, അല്ലെങ്കിൽ തുരത്തി വിടും. അതിനുവേണ്ടി ഭഗവാൻ സാമധാന ഭേദ നിർണ്ണയങ്ങൾ പ്രയോഗിക്കുന്നു. മെല്ലെ പറഞ്ഞു നോക്കുക ആദ്യം, അല്ലെങ്കിൽ ഉറക്കെ പറയും, പിന്നൊരു തോണ്ടൽ കിട്ടും, പിന്നൊരു കൊട്ട് കിട്ടും. മനസ്സിലായില്ലേ? ഇങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പറഞ്ഞ് നിർത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഈ പ്രഹരത്തിനൊക്കെ പുറപ്പെടുള്ളൂ. അതൊക്കെ ലാസ്റ്റ് സർജറി സ്റ്റേജ്. അതൊക്കെ മെഡിക്കേഷൻ കൊണ്ട് പറ്റുമോ നോക്കും, പറ്റില്ലെങ്കിൽ പിന്നെ നിർത്തില്ലല്ലോ. FRCS പഠിച്ചത് കയ്യിലെടുക്കല്ലേ നിർത്തിയല്ലോ. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് സുദർശനം എടുക്കാനോ, കൗമുദിക എടുക്കാനോ, ഷാർങ്ക എടുക്കാനോ, നന്ദക എടുക്കാനോ, ഈ ആയുധങ്ങളൊന്നും എടുക്കാൻ ഒരു മടിയില്ല. ശാന്തിയാണെങ്കിൽ ശാന്തി, യുദ്ധമാണെങ്കിൽ യുദ്ധം. യുവർ ചോയ്സ്. അതാണ് ഭഗവാന്റെ ഫിലോസഫി.
ആന്തരികമായിട്ടുള്ള ദുർവാസനകളായാലും ശരി, ബാഹ്യമായിട്ടുള്ള ദുർവാസനകളാണെങ്കിലും ശരി, ശാന്തിയായിട്ട് ജീവിക്കണോ, ഐ ആം വിത്ത് യു. അല്ല നീ യുദ്ധത്തിനാണോ വരുന്നത്, ഞാൻ റെഡി, അതിന് റെഡി, ഐ ആം എവർ റെഡി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ജീവാത്മാവിന് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. ശാന്തനായിട്ട് ജീവിക്കണോ, ശാന്തിയായിട്ട് ജീവിക്കണോ, അതോ കാമക്രോധ ലോപമോഹ മത്സര്യാദികളുടെ ആതിഥ്യം, എന്താ പറയുക, ജൂറിസ്ഡിക്ഷനിൽ അവരുടെ കഴിവിൽ നമ്മൾ ജീവിക്കണോ, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാം. അവർ ചോയ്സ്. എന്താ വേണ്ട വെച്ചാൽ ഞാൻ ചെയ്യാം, എങ്ങനെ വെച്ചാൽ ചെയ്യാം. മനസ്സിലായില്ല? അങ്ങനെ യുദ്ധമില്ലാത്തൊരവസ്ഥയിലിരിക്കാനാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് അയോധ്യ എന്നുള്ള പേരെന്നെ വരാൻ കാരണം. യുദ്ധമില്ലാത്ത സ്ഥലം. മനസ്സേ, നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു സംഘർഷമില്ലാത്ത അവസ്ഥയായിരിക്കണം മനസ്സിന്. അതാണ് രണപ്രിയ. അടുത്ത നാമം പൂർണ്ണ. പൂർണ്ണ മീൻസ് സകലതും തികഞ്ഞവൻ എന്നർത്ഥം. എല്ലാം തികഞ്ഞവൻ, സർവകലാവല്ലഭൻ. ഒരു കാലത്തും ഭഗവാന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുന്നില്ല. ഒരു കാലത്തും, ഇപ്പോഴും, എവർ, ഓൾവേസ് ബി ഫുൾ. അതുകൊണ്ട് ഭഗവാൻ പരമാത്മാവ് എന്ത് നമുക്ക് നൽകിയാലും അത് പൂർണ്ണത തന്നെയാവുള്ളൂ. പൂർണ്ണതല്ലാതെ അദ്ദേഹത്തിനൊന്നും തരാൻ പറ്റില്ല. അപൂർണത ഇല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പിന്നെ എങ്ങനെയാണ് തരിക? ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് ഭഗവാൻ തരിക? ഭഗവാൻ തന്നത് എപ്പോഴും പൂർണ്ണമായിരിക്കും. ഹലുവ കഷ്ണം എവിടുന്ന് ഹലുവയുടെ ഇതൊന്ന് മുറിച്ചെടുത്താലും അത് മധുരം തന്നെ ആവില്ലേ? ഇടത്തെ ഭാഗത്തെ കഷ്ണമായാലും വലത്തെ ഭാഗത്തെ കഷ്ണമായാലും മുകളിലത്തെ ആയാലും താഴത്തെ ആയാലും നടുക്കിലത്തെ ആയാലും ഹലുവ, ആ കഷ്ണത്തിലുള്ള ഹലുവ തന്നെ. ആ പൂർണ്ണമായിരിക്കുന്ന പദാർത്ഥത്തിൽ നിന്ന് പൂർണ്ണമല്ലാതെ വേറെ എന്താ തരാൻ പറ്റുക? ആ ഭഗവാനിൽ നിന്ന് ഒരാൾക്കൊരു പൂർണ്ണത കൊടുത്തു എന്ന് വിചാരിക്കുക. അലുവയുടെ നമ്മൾ അലുവ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഷ്ണം കൊടുത്താൽ ഒരു കഷ്ണം അതിൽ കുറയും. അതുപോലെയാണോ ഭഗവാന്റെ പൂർണ്ണത? നമുക്ക് അതുകൊണ്ടാണ് ഒന്നും ഉപമ പറയാൻ പറ്റില്ല. ഉപമ പറഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് ഇടംകോലിട്ട് നിൽക്കും. ഇപ്പോൾ അലുവയുടെ ഉപമ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശരിയായി. മധുരമായിട്ടുള്ള അലുവയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തു കൊടുത്താലും അതിനും മധുരം തന്നെയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അലുവയാണോ ഭഗവാൻ? അല്ലേ? അല്ല. കാരണം അലുവയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കഷ്ണം എടുത്തു കഴിഞ്ഞാൽ ആ കഷ്ണം മൈനസായി അവിടെ നിൽക്കും, ഒരു വിടവ് അവിടെ കാണും. അതാ ഉദ്ദേശം വെച്ചിട്ടുള്ള ഉപമ പറഞ്ഞതല്ല അവിടെ. അപ്പോൾ പല ആസ്പെക്റ്റുകളിലും ഒരേ ആസ്പെക്റ്റ് മാത്രമേ ഉപമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അലുവ അവിടെ ശരിയാവില്ല. അപ്പം അതാണ് ഉപമിക്കാൻ പറ്റാത്ത വസ്തുവാണ് ഭഗവാൻ. ഭഗവാന്റെ കയ്യിൽ നിന്ന്, പൂർണ്ണമായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ഒരു കഷ്ണം പൂർണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നിൽക്കുന്നത് പൂർണ്ണം തന്നെയാണ്. ഭഗവാന്റെ പരിപൂർണതയ്ക്ക് ഒരു കോട്ടവും തട്ടില്ല. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? പൂർണ്ണം തന്നെ. ഇൻഫിനിറ്റ് മൈനസ് ഇൻഫിനിറ്റ് ഇസ് ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് പ്ലസ് ഇൻഫിനിറ്റ് ഇസ് ഇൻഫിനിറ്റ്. പ്യുവർ മാത്തമാറ്റിക്സ് അല്ലേ? അപ്പോൾ ബാഹ്യമായാലും ആന്തരികമായാലും സകല ഐശ്വര്യങ്ങളും തികഞ്ഞ ഭഗവാൻ സദാസമയത്തും പൂർണ്ണൻ പറയാനാണ് പൂർണ്ണ എന്നുള്ള വാക്ക് നാം അവിടെ ഉപയോഗിച്ചു. അപ്പോൾ അത് മനസ്സിലാക്കുക, പൂർണ്ണ. ഇതൊക്കെ കണ്ടതാട്ടോ നമ്മൾ. ഞാൻ പിന്നെയും ആവശ്യമില്ലാണ്ട് ഡൈലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നണം. പൂരയിത, അടുത്ത നാമം പൂരയിത. പൂരയിത മീൻസ് പൂരിപ്പിക്കുന്നവൻ. ഹി ഹു കംപ്ലീറ്റ്സ്, പൂരിപ്പിക്കുന്നവൻ എന്നർത്ഥം. എപ്പോഴും എല്ലാം കൊണ്ടും പൂർണ്ണനായ ഭഗവാൻ ഭഗവാന്റെ ഭക്തന്മാരുടെ അഭിഷ്ടങ്ങളെല്ലാം കാലോചിതമായി പൂർണ്ണമാക്കുന്നു. അണ്ടർലൈൻ, കാലോചിതമായിട്ട്. ആസ് ആൻഡ് വെൻ ഹി ഡിസേർവ്സ്. ഉപ്പിലിട്ടത് സമയമായാൽ എടുക്കുന്നത് പോലെ ഭഗവാൻ അത് പൂരിപ്പിക്കുന്നു, ആ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക്
അത് കാലോചിതമായിട്ട് ഭഗവാൻ എത്തിക്കേണ്ട പോവില്ല. ഭക്തനാണ് എന്നുണ്ടെങ്കിൽ മയ്യർപ്പിത മനോബുദ്ധി പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അഭിലാഷങ്ങളെല്ലാം ഭഗവാൻ പൂരിപ്പിക്കും. പൂരയിത എപ്പോൾ? കാലോചിതമായിട്ട്. എന്നങ്ങോട്ട് ചോദിച്ചാൽ നാളെ കിട്ടില്ല. അതിന് വെയിറ്റ് ലിസ്റ്റൊക്കെ ഉണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്നും വരും. ഉദയാസ്തമന പൂജയും പട്ടിപ്പൂജയും ഒന്നും അല്ലല്ലോ ചെന്ന് ചോദിച്ചാൽ ഉടനെ അങ്ങോട്ട് എടുത്തു തരാൻ. അത് ചിലപ്പോൾ കൊല്ലങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും, ബുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ ക്യാൻസലേഷനൊക്കെ ഉണ്ടെങ്കിൽ, പെട്ടാൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തരികടയിൽ കാര്യം കഴിച്ച് പോരാം. അതൊക്കെ വേറെ കാര്യം. പക്ഷെ പൂർത്തിയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അവസരം കിട്ടും, യാതൊരു സംശയമില്ല. പിന്നെ ഈ ജന്മം അടുത്ത ജന്മം ഇതൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നതല്ലേ. ഈ ജന്മം അടുത്ത ജന്മം ഒന്നും ഭഗവാന്റെ ദൃഷ്ടിയിൽ അങ്ങനെ നമുക്ക് 2 ജന്മങ്ങളൊന്നുമില്ല. ആകെ ഒറ്റപ്പാട് നമ്മുടെ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. അതിങ്ങനെ പേജുകൾ മാറണമെന്ന് മാത്രമേ ഉള്ളൂ. പേജ് 1, പേജ് 2, പേജ് 3. അക്കൗണ്ട് ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ഒരു അക്കൗണ്ടേ ഉള്ളൂ. അത് ഓരോ പേജിലും ഓരോ പേരിട്ട് ഇങ്ങനെ പോവും. ഇപ്പം ഇന്ന് NN മേനാണെങ്കിൽ നാളെ KN രമേശനാവും, പിന്നത്തെ ദിവസം ടെഡി ബെയറാവും, അടുത്ത ദിവസം സ്നേക്കാവും. ഓരോ പേര് മാറുന്നേ ഉള്ളൂ. വ്യക്തി ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിലെല്ലാം ഒരു വ്യക്തിയാണ്. അപ്പോൾ ഏതവസ്ഥയിലും എപ്പോഴാണോ കാലോചിതമായിട്ടുള്ള സമയം വന്നു കഴിഞ്ഞാൽ ആ അനുഗ്രഹം അപ്പം പൂർത്തിയാക്കി തരും. ആ ശരീരത്തിലേക്ക് വേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തു തരും. പൂരയിത പൂരിപ്പിക്കുന്നവൻ എന്നർത്ഥം. അടുത്ത നാമം പുണ്യ. പുണ്യ മീൻസ് ശുദ്ധീകരിക്കുന്നവൻ, പ്യൂരിഫയർ. റൂം പ്യൂരിഫയർ എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ? പുണ്യാഹം കളിക്കാന്നൊക്കെ പറയില്ലേ? എന്താ പുണ്യാഹം? പുണ്യാഹമാക്കുക, പുണ്യമാക്കുക. അപ്പോൾ മനുഷ്യനിൽ സഹജമായിട്ടുള്ള ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട്, എന്താ സഹജമായിട്ടുള്ള ഗുണങ്ങൾ മനുഷ്യൻ്റെ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലേ? 3 ഗുണങ്ങളല്ലേ നമ്മളുടെ എല്ലാവരിലും ഉള്ളത്. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ചിലവർക്ക് 95 ആവാം, ചിലവർക്ക് 85 15 ആവാം, 85 10 ആവാം. പല കോമ്പിനേഷൻസ് ആൻഡ് പെർമിറ്റേഷൻസ് ഉണ്ട്. രജോ ഗുണം കൂടി നിൽക്കുന്നവരുണ്ടാവും, തമോ ഗുണം കൂടി നിൽക്കുന്നുണ്ടാവും, സത്വഗുണം കൂടി നിൽക്കുന്നുണ്ടവരുണ്ടാവും. പറയാൻ പറ്റില്ല. അത് അവരവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അവരവരെന്നെ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബാഹ്യമായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇത് മനസ്സിൻ്റെ ഗുണങ്ങളാണ്. ശരീരപ്രകൃതി നമുക്ക് കണ്ടുപിടിക്കാം. ശരീരം സാത്വിക ശരീരമാണോ, രാക്ഷസീയ ശരീരമാണോ, താമസിക ശരീരമാണോ ഒക്കെ പറയാം. പക്ഷെ അത് വലിയ പ്രസക്തിയുള്ളതല്ല. നമ്മളെ മനസ്സാണ് അവിടെ നോക്കുന്നത്. മനസ്സിനെയാണ് ഈ ഗുണങ്ങൾ നിയന്ത്രിക്കുന്നത് മുഴുവൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം പലതരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മനസ്സ് സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാതെ തന്നെ കലുഷമായി തീരുന്നു. വേണിച്ചിട്ടാവില്ല. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ എന്താ പറയുക, പാപകർമ്മങ്ങളായാലും ശരി നല്ല കർമ്മമായാലും ശരി, എങ്ങനെയായാലും അതിൻ്റെ ഡസ്റ്റ് നമ്മളുടെ മേത്ത് വിടാണ്ടിരിക്കില്ല. ശരീരമില്ല, മനസ്സിൽ വിടാണ്ടിരിക്കില്ല. പ്രത്യേകിച്ച് ഗൃഹസ്ഥന്മാർക്ക് പ്രാരാബ്ധ കർമ്മത്തിൻ്റെ കാഠിന്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭക്തിയിൽ ചിലപ്പോൾ ശ്രദ്ധ കുറഞ്ഞു എന്ന് വരും. സത്വഗുണം ഉണ്ടാവും മനസ്സിൽ, ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് എത്തണ്ടേ, സമയം കിട്ടുന്നില്ല. എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങോട്ട് എത്താൻ പറ്റില്ല. കാലത്ത് നീട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് നീട്ട് കഴിഞ്ഞാൽ തിരക്കന്നെ. പോയി കാലത്ത് കഴിഞ്ഞു, കുളി കഴിഞ്ഞു, അടുപ്പ് കത്തിച്ചു, താമം ചൊല്ലി അടുപ്പ് കത്തിച്ചു. അത് കഴിഞ്ഞപ്പോൾ വെക്കേണ്ട കാര്യങ്ങളായി. പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യമായി, അങ്ങനെ ഓഫീസിലേക്ക് പറഞ്ഞേക്കേണ്ട കാര്യമായി. പിന്നെ അപ്പോഴേക്കും പണിക്കാരത്തി വന്നു, അത് വന്നു, ഇത് വന്നു, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അപ്പോഴേക്കും ഒരാൾ ബെല്ലടിക്കും. ഇങ്ങനെ ഉച്ചയാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ തിരക്ക് ആരെയും കുറ്റമല്ല, അത് വേണച്ചിട്ടുമല്ല. ഭക്തി എന്ന ഉള്ളിലില്ലായിട്ടാണോ? അതുമല്ല, അതുണ്ട്. അപാര ഭക്തിയാണ്. പക്ഷെ ചില നേരത്ത് നമുക്ക് താളം തെറ്റുക എന്ന് പറയില്ലേ, ചിലപ്പോൾ നമുക്ക് ഭക്തി അങ്ങോട്ട്
കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വേണ്ട വെച്ചിട്ടല്ല, ഭഗവാനോടുള്ള ആത്മാർത്ഥത കുറഞ്ഞിട്ടൊന്നുമല്ല അത്, പക്ഷെ പറ്റില്ല. അപ്പം പറ്റാത്ത സമയത്ത്, ഭഗവാന്റെ സാന്നിധ്യം നമ്മളുടെ കർമ്മങ്ങളിൽ ഇല്ലാത്ത സമയത്ത്, ഭഗവാനെ സ്മരിക്കാൻ പോലും പറ്റാത്തൊരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ധാരാളം ഉണ്ടാവും ചെയ്യും. ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കലുഷിതമാവും. കാരണം വെളിച്ചെണ്ണ വരട്ടാണ്ടാണ് നമ്മൾ ചക്ക പറിക്കാൻ പോണത്. അപ്പം മുളഞ്ഞ് കഴിയുമ്പോൾ പറ്റാണ്ടിരിക്കില്ല, ഒരു രക്ഷയില്ല, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ പറ്റിയാൽ എന്ത് ചെയ്യും നമ്മൾ? അതും വേണ്ട ആലോചിക്കുക. അങ്ങനെ പറ്റിപ്പോയാൽ വേണിച്ചിട്ടല്ല. അപ്പോൾ അതിന് സമയം കിട്ടുമ്പോഴൊക്കെ ആത്മാർത്ഥമായിട്ട്, കുറച്ചും കൂടി ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ സ്മരിക്കുക. വെറുതെ അധരസേവയല്ല, ലിപ് സർവീസ് അല്ല, ആത്മാർത്ഥമായി ഭഗവാനെ സ്മരിച്ചാൽ കൽമഷങ്ങളെല്ലാം ഈ കാർമേഘങ്ങൾ കാറ്റ് അടിച്ചു കൊണ്ടുപോണ പോലെ, ഭഗവാന്റെ അനുഗ്രഹമായിരിക്കുന്ന കാറ്റ് നമ്മളുടെ പാപങ്ങളായ കാർമേഘങ്ങളെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് കൊണ്ടുപോയിക്കൊള്ളും. നമ്മുടെ അന്തരംഗം ക്ലിയറായിരിക്കും. ഉള്ളിലുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള എല്ലാ മലിനവായും പോയിട്ടുണ്ടാവും. അത് ആ ഒരു പ്രയറിൻ്റെ ശക്തിയാണ്, ദ പവർ ഓഫ് പ്രയർ എന്ന് പറയില്ല നമ്മൾ. പക്ഷെ അത് സിൻസിയറായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. സമയം കളയാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ സമയം പോണത് അറിയരുത്. യു ഷുഡ് ബി ബിയോണ്ട് ടൈം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു മന്ദമാരുതനാണ്. അതിങ്ങനെ മെല്ലെ കാറ്റടിച്ച് കൊണ്ടുകൊള്ളും നമ്മുടെ കാർമേഘങ്ങളെല്ലാം. കാർമേഘങ്ങൾ വരാനുള്ള കാരണം എന്താ? മര്യാദയ്ക്ക് ഞാൻ ചെയ്യണമെന്ന് ഈ കാർമേഘങ്ങൾ വരില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ ത്രിഗുണങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല. ആ കർമ്മം ചെയ്യുന്ന നേരത്ത് ശരിക്കും തമോ ഗുണമായിരുന്നു എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ എങ്ങനെ സത്വഗുണം വരും? അല്ലെങ്കിൽ രജോഗുണമായിരുന്നു എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ആരൊരാളുടെ എന്തെന്നില്ലാത്തൊരു ദേഷ്യം വന്ന സമയത്തായിരുന്നു ഞാൻ ആ പണിയെടുക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കാമക്രോധങ്ങൾ എവിടുന്നാ വരുന്നത്? കാമക്രോധങ്ങൾ എവിടുന്നാ വരുന്നത് പറയൂ? ഉത്ഭവം എവിടെയാ? കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുത്ഭവ. രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് കാമവും ക്രോധവും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ സത്വഗുണം പ്രകാശിക്കുക? ആകെ സത്വഗുണം 10% ഉണ്ടാവുള്ളൂ, രജോ ഗുണം 70% ഉണ്ടാവും, ബാക്കി 20% തമോ ഗുണവും. അപ്പോൾ തമോ ഗുണമല്ലേ രജോ ഗുണത്തിനെ സ്വാധീനിക്കുക സത്വഗുണത്തെക്കാട്ടിലും? അപ്പോൾ സത്വഗുണം പേരിൽ അവിടെ ഉണ്ടെന്നല്ലാണ്ട് ഒരു കണലിൽ ഉമിയിൽ തീക്കട്ട കിടക്കണ പോലെ അവിടെ കിടന്നിങ്ങനെ കത്തും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇവൻ്റെ അത്യാഗ്രഹങ്ങളൊക്കെ ഒന്ന് അടങ്ങി തമോ ഗുണവും രജോ ഗുണമൊക്കെ ഒന്ന് ശമിച്ച സമയത്ത് ആ കിടക്കുന്ന തീക്കട്ട മെല്ലെ ഇങ്ങനെ ഉമിയിൽ നിന്ന് ഇങ്ങനെ ആളണ കാണാൻ നോക്ക്, ചില സ്ഫുരണങ്ങൾ. ആ സ്ഫുരണങ്ങൾ വരുന്ന നേരത്ത് കയറി പിടിക്കുക. ആ കുറച്ച് നേരം ഉണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സ്മരിക്കുക. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ കൂടുതൽ വെളിച്ചം വന്ന് അതേവരെ ഉണ്ടാക്കിയിട്ടുള്ള പാപകർമ്മങ്ങളൊക്കെ മെല്ലെ ഒരു കാറ്റത്ത് കാർമേഘങ്ങൾ കൊണ്ടുപോകുന്ന പോലെ മെല്ലെ കൊണ്ടുപോയിക്കൊള്ളും. മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേറെ ഒരു മരുന്നുമില്ല, ഭഗവത് സ്മരണ മാത്രം. യസ്യ സ്മരണ മാത്രേന. അല്ലേ? ശരിക്കും ചെയ്യേണ്ടത് എന്താ? ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യാം. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ മാനസിക അവസ്ഥ എങ്ങനെയായിരിക്കണം? എന്ത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ കർമ്മം ചെയ്യുക? ഇതൊക്കെ തിയറി, ഒക്കെ നമുക്കറിയാം. കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത്. നോക്കൂ, ആ വാക്ക് കണ്ടു. പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട്, കായേന ശരീരം കൊണ്ട്, വാച മനസ്സുകൊണ്ട്, കായേന വാച മനസ്സ് ശരീരം കൊണ്ട്, വാക്കുകൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധികളെ കൊണ്ട്,
സ്വഭാവങ്ങളെ കൊണ്ട് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വ പ്രകൃതേ സ്വഭാവാത്, നമ്മളുടെ സ്വഭാവം കൊണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കരോമി യത് യത്, ഏതൊക്കെ കർമ്മങ്ങളാണോ ഞാൻ ഇവറ്റയും വെച്ചിട്ട് ചെയ്യുന്നത്, സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞ് ചെയ്താൽ മതി. പക്ഷേ പറയിൽ വേഗം കഴിയും കൂട്ടാ, ചെയ്യാൻ പറ്റണ്ടേ? ആ സമയത്ത് ഈ ശ്ലോകമല്ല ഓർമ്മ വരിക, ഓലനിൽ ഉപ്പിട്ടു എന്നാണ് ഓർമ്മ വരിക. മനുഷ്യ സ്വഭാവം അതാണ്, കുരങ്ങനാണ് മനസ്സ്. ഈ കൊമ്പ് പിടിച്ചാൽ ആ കൊമ്പിലേക്ക് ചാടും, ആ കൊമ്പ് പിടിച്ചാൽ ഈ കൊമ്പിലേക്ക് ചാടും. ചഞ്ചലം ഈ മനകൃഷ്ണ, മനസ്സ് ചഞ്ചലാണ്, പിടിച്ചോടത്ത് പിടി കിട്ടുന്നില്ല. മനോ ദുർനിഗ്രഹം ജലം, ദുർനിഗ്രഹമാണ് അവൻ. ഈ ലോകമൊക്കെ ഞാൻ കാലത്ത് വിടുന്ന് പല്ലേച്ച് പോകുമ്പോൾ ഓർമ്മിക്കും. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ഈ ശ്ലോകം ഓർമ്മിക്കണം. എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും ഞാൻ ഓർമ്മിക്കേണ്ടതാണ്. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേസ്വാത് കരോമി യത് സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി. ശരി, ഇന്നത്തെ കർമ്മരംഗത്തങ്ങോട്ട് ചെന്നാലോ ഇതൊക്കെ മറന്നു. അതാണ് മായയുടെ വൈഭവം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മായ. അങ്ങനെ സംഭവിച്ചുകൂടാന്നില്ല, സംഭവിക്കും. ഭഗവാൻ അതിനും പ്രൊവിഷൻ തന്നിട്ടുണ്ടെന്നേ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു കാരുണ്യം നോക്കൂ. അങ്ങനെ പറ്റിയിട്ടില്ലോ നിനക്ക് അബദ്ധം? വേണമെന്ന് വിചാരിച്ചിട്ട് അബദ്ധം പറ്റിയിട്ടില്ലല്ലോ, വേണമെന്ന് വിചാരിച്ചിട്ടല്ലോ നീ എന്നെ സ്മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. ആ ദുഷ്ടനെ ഞാൻ ഇനി തിരിഞ്ഞു നോക്കില്ല അങ്ങോട്ട്, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നീ. അറിയാണ്ട് വന്ന് കാല് വഴിക്ക് വീണതല്ലേ കൂട്ടാ, നീ അമ്മോ. അതിനകത്ത് അങ്ങനെ വേവലാതിപ്പെട്ടിട്ട് എന്താ കാര്യം? നീക്കേ ആ വഴി ഉണ്ടാക്കണം. എന്താ വഴി? ചെയ്തു പോയില്ലേ, കുഴപ്പമില്ല. അഥവാ അങ്ങനെയൊക്കെ വലുതും പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പറ്റുമോ നിനക്ക്? ഞാൻ ഉച്ചയ്ക്കേ ആ കുട്ടികളുടെ വരവും അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഓഫീസിൽ നിന്ന് വന്നു, അവൾക്ക് 2-3 ഗസ്റ്റ് വന്നു, ആകെപ്പാടൊരു കൺഫ്യൂഷനായി. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു, എനിക്കൊന്നും ഭഗവാനെ സ്മരിക്കാൻ പറ്റിയില്ല. വേണ്ട, കുറേ ആൾക്കാർ കുറേ ചീത്ത പറഞ്ഞു, കുട്ടികളെ കുറേ ചീത്ത പറഞ്ഞു. അങ്ങോട്ടും കുറേ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു, ഈ നേരത്തെ എന്തിനാണ്ട് കടന്നു വന്ന് ചോദിച്ചിട്ട് അങ്ങനെയും പറഞ്ഞു ഇങ്ങനെയും പറഞ്ഞു. വന്നവരും ദേഷ്യപ്പെട്ടു. എനിക്ക് ആകെ എന്താ അറിയില്ല, ഒരു ചെകുത്താൻ പിടിച്ച പോലെ എൻ്റെ സ്വഭാവം. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഓ കുഴപ്പമില്ല, വേണിച്ചിട്ടല്ലല്ലോ, അറിയാണ്ടതാവുമെന്ന് പ്രകൃതേ സ്വഭാവാത് വന്നു പോയതല്ലേ. പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ രജോ ഗുണവും തമോ ഗുണവും കാരണം വന്നിട്ടുള്ളതല്ലേ. സത്വഗുണത്തിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റാത്തത് കൊണ്ട് വന്നിട്ടുള്ളതല്ലേ. സത്വഗുണം ഇല്ലാണ്ട് വന്നതല്ലല്ലോ. വേണിച്ചിട്ട് അങ്ങോട്ട് തെറി പറഞ്ഞതല്ലല്ലോ ആരും, അല്ലല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എത്രയൊക്കെ 5, 6, 7, 8, 10, 12 തവണ അങ്ങനെ വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയൊക്കെ ഒന്ന് എൻ്റെ അമ്മോ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമോ? പറ്റുമോ? കടലാസ് മനസ്സിലൊന്നും എടുക്കണ്ട, മനസ്സിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ലിസ്റ്റ് ഉണ്ടാക്കിയോ? ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് രാത്രി കിടക്കുമ്പോൾ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസാ വാപരാധം വിഹിതമവീതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കരചരണകൃതം വാ കായജം കർമ്മജം വാ, കൈകൊണ്ടോ കാലുകൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ. ശ്രവണ നയനജം വാ, കണ്ണുകൊണ്ട് ഞാൻ ചിലപ്പോൾ കണ്ണുരുട്ടിയിട്ടുണ്ടാവും കുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കണ്ണുരുട്ടിയിട്ടുണ്ടാവും. മാനസാവാ അപരാധം, ഇതൊക്കെ അപരാധം ഞാൻ ചെയ്തത്. ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊന്നും അല്ല എൻ്റെ പ്രകൃതി. എൻ്റെ ശരിക്കുള്ള പ്രകൃതി ഇതൊന്നും അല്ല. ഞാൻ എത്ര സ്നേഹിച്ച് വർത്തമാനം പറയേണ്ട കുട്ടികളോടോ. പാവം അവനെ ഉച്ചയ്ക്ക് ഞാൻ വന്നപ്പോൾ കണ്ണുരുട്ടി. അപ്പോൾ അതൊക്കെ വിഹിതം അവിഹിതം വാ, അറിഞ്ഞിട്ടോ അറിയണ്ടയോ സർവമേതക്ഷമസ്വ, ക്ഷമിക്കണേ ഭഗവാനെ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രകാരം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഭഗവാന് സമർപ്പിച്ചിട്ട് ഞാൻ ഇതാ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോ. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നീ പോ. ക്ഷമയാചിച്ചുകൊണ്ട് ഭഗവാനെ ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ നീ ചെയ്തിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളും ഭഗവാൻ മാറ്റി തരും കാലോചിതമായിട്ട്. ഭഗവാനെ സ്മരിക്കുക.
രാത്രി കിടക്കുമ്പോൾ ഒന്ന് സ്മരിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട്? ആരും ശല്യം ചെയ്യില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിഷമങ്ങളും തീരും, എൻ്റെ മനസ്സിന് സന്തോഷമാവും. നീ എൻ്റെ ഭക്ത എന്നുള്ള സ്റ്റാറ്റസ് നീ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. ഭട്ടതിരിപ്പാട് ആ 2-ാം അധ്യായത്തിൽ നിന്ന് അവസാനത്തെ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. നാരായണീയത്തിൽ 2-ാമത്തെ ദശകം. നാരായണീയം പഠിച്ചവർ ഒരുപാട് ആൾക്കാർ കേൾക്കുന്നവരിലുണ്ട്, എനിക്കറിയാം. 2-ാമത്തെ ദശകത്തിൽ അവസാനത്തെ ശ്ലോകം ഓർമ്മ വരുന്നുണ്ട്. ത്വൽഭക്തിസ്തു കഥാരസാമൃതചരി നിർമ്മജ്ഞനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്यै വിഭോ സൈവസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢരസാർദ്രതാദുതരം വാതാലയാധീശ്വര. പുണ്യം കിട്ടും, പുണ്യം കിട്ടും എന്ന് പറയാണ്. അതേ നാമം തന്നെയാണ് അവിടെ, പുണ്യ എന്നുള്ള നാമം തന്നെയാണ് അവിടെ വരുന്നത്. എങ്ങനെയാണ് കിട്ടുക? ത്വൽ ഭക്തിസ്തു കഥാരസാമൃതചരി. അങ്ങയുടെ അനേക കോടി ഭക്ത കഥകൾ കേൾക്കുക. ത്വൽ ഭക്തിസ്തു കഥാരസാമൃതചരി. ആ ഓരോ കഥകളും, ഗുരുവായൂർ കഥകളൊക്കെ കേൾക്കാൻ എന്താ രസം! ഓരോ ഭക്തന്മാരുടെ കഥകൾ. ആ കഥകളായിരിക്കുന്ന വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കുളിക്കുക. ഷവറിലുള്ള പൈപ്പിലുള്ള വെള്ളമൊന്നുമല്ല. ഇവിടെ എന്താ പട്ടിഷ്പാട് ഉപയോഗിച്ചിരിക്കുന്ന അറിയോ? ത്വൽ ഭക്തിസ്തു കഥാരസാമൃതചരി നിർമ്മജ്ഞനേന. നിർഭഞ്ജനം ചെയ്യുക വെച്ചാൽ തല താഴ്ത്തി മുങ്ങിക്കുളിക്കുക. കോരിക്കുളിയല്ല, മുങ്ങിക്കുളി. പാങ്ങില്ല കോരിക്കുളി നാട്ടാർ മുങ്ങിക്കുളിച്ചേ പരിശുദ്ധരാകൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ മുങ്ങിക്കുളിക്കുകയാണ്. ഇതിൽ ഭഗവാന്റെ കഥാരസങ്ങളിൽ, ഭഗവത് കഥാരസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുങ്ങിക്കുളിക്കുക. കഥകളിങ്ങനെ കേൾക്കുക. കഥകളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എപ്പോഴൊക്കെ സമയം കിട്ടുന്നു വെച്ചാൽ അപ്പോഴൊക്കെ കഥകൾ കേൾക്കുക. ഭഗവത് സ്മരണ. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സിദ്ധ്യന്തി വിമലപ്രബോധ പദവിയും. വിമലമായിരിക്കുന്ന ആ പദവി ഉണ്ടല്ലോ, ജ്ഞാനം. ആ ജ്ഞാനം കിട്ടും. എങ്ങനെ കിട്ടും? ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട്. മറ്റത് ജ്ഞാനിയാണെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് വേണം? ഉപനിഷത്ത് പഠിക്കണം, വേദം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, എന്തെല്ലാം ഗ്രന്ഥങ്ങൾ പഠിക്കണം, പ്രക്രിയ ഗ്രന്ഥങ്ങൾ പഠിക്കണം, പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കണം, ഇല്ലേ? എന്തൊക്കെ പഠിച്ചാലും ഒരു ജ്ഞാനിയാവുക. ആ ജ്ഞാനം നമുക്ക് കിട്ടും. ആ ജ്ഞാനം പഠിച്ച് കിട്ടുന്ന ജ്ഞാനം ഈ കഥാരസങ്ങൾ കേട്ടാൽ എനിക്ക് കിട്ടും. അക്ലേശതസ്തന്നതി. ഒരു ക്ലേശവും ഇല്ലാണ്ട്. എന്തെല്ലാം ക്ലേശങ്ങൾ സഹിക്കണം ഒരു ജ്ഞാനിക്ക് ജ്ഞാനം കിട്ടാൻ? ആ ക്ലേശങ്ങളൊന്നും എനിക്ക് സഹിക്കണ്ട. അക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്यै വിഭോ. കർമ്മയോഗത്തിനെക്കാട്ടിലും ജ്ഞാനയോഗത്തിനെക്കാട്ടിലും മെച്ചപ്പെട്ടതായിട്ടുള്ള എന്താ പറയുക, ഭക്തിയോഗം സദ്യസിദ്ധികരി. ഞാനത് സിദ്ധിക്കുന്നു. ആ ക്ഷണത്തിൽ മോക്ഷസിദ്ധി തരാൻ കഴിവുള്ള ഭഗവാനാണ് കഥാരസാമൃതചരിയിൽ കേട്ട് കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള ഭക്തിയാണ് ഭഗവാൻ എനിക്ക് തരുന്നത്, ജ്ഞാനരൂപം കൈമാറുന്നത്. ജ്ഞാനം പഠിച്ചിട്ടല്ല, അതിനൊരു ക്ലേശം ഞാൻ അനുഭവിച്ചിട്ടില്ല. പ്രേമപ്രൗഢി രസാർദ്രത ദുതരം വാതാലയാധീശ്വര. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ പ്രേമശക്തിയാകുന്ന രസം കൊണ്ട് ചിത്തം കുളിർക്കുന്ന രീതിയിൽ ഞാൻ അങ്ങയുടെ കഥാരസാമൃതചരി എന്ന് തന്നെ വേണം പറയാൻ. ആ വാക്കന്നെ ഉപയോഗിക്കട്ടെ ഞാൻ, കഥാരസാമൃതചരി. മുങ്ങിക്കുളിക്കാനാണ്, നിർമ്മജ്ജന എന്നാണ് പറഞ്ഞു പട്ടേരിപ്പാട്. വാക്ക് കുറച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളെ കേട്ട്, കഥകളിൽ നമ്മൾ താതാത്മ്യം പ്രാപിച്ച് അതിൽ മനം അലിഞ്ഞ് ചേർന്ന് ക്ഷണനേരം അതിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ചെയ്ത പാപങ്ങളും കർമ്മങ്ങളും എല്ലാം മാറിക്കിട്ടും. ശരീരം എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു കുളി കൊണ്ട് ശുദ്ധീകരിക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ഇന്നർ പേഴ്സണാലിറ്റി, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഇതിനെല്ലാം ശുദ്ധീകരിക്കും. ഭഗവത് സ്മരണ മാത്രം മതി. ഭഗവാന്റെ കഥയിലൂടെ കിട്ടുന്ന ഭഗവത് സ്മരണ, അതാണ് പുണ്യ.
പുണ്യം എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുന്നവൻ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നവനാണ് അർത്ഥം ഭഗവാൻ. പിന്നെ എന്തിനു പേടിക്കണം? ഇതൊന്നും പറഞ്ഞ ഭഗവാന്റെ ഗ്യാരണ്ടി ഇല്ലേ? ഇതൊന്നും കൂടേണ്ട ഭഗവാന്റെ ഗ്യാരണ്ടി ഇല്ലേ? കൗന്ദേയ പ്രജാനാമി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ നശിച്ചിടാ അർജുന, കേട്ടോ. നീ എവിടെ ആരോടാച്ചാ പോയി പറഞ്ഞു? ഏത് പൂരപ്പറമ്പിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഉറക്ക വിളിച്ചോ, ലൗഡ് സ്പീക്കറിൽ വിളിച്ചു പറഞ്ഞോ. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ നശിക്കില്ല. പിന്നെ എന്തിനു പേടിക്കണം? ഇടയ്ക്കൊന്ന് കാല് തെറ്റി വീണു വെച്ചിട്ടാ അയ്യേ എങ്ങനെയാ കുട്ടികള് നീക്കെ എന്ന് പറയില്ലേ? അതുപോലെ ആവണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. അപ്പോഴാണ് ഒരു ഭക്തനാവുക. അല്ലാണ്ട് ഈ ചന്ദനം കുങ്കുമം തൊട്ടുകൊണ്ടൊന്നും ഭക്തനാവില്ല. ആ ചെക്ക് ലിസ്റ്റ് 12-ാം അധ്യായത്തിൽ ചെക്ക് ലിസ്റ്റ് നോക്കൂ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ. ദൃഢമായിട്ട് നിശ്ചയത്തോടു കൂടിയിട്ട് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കർമ്മം ചെയ്യാനായിട്ട്, എന്തൊക്കെയോ കുറച്ച് ശകാരിച്ചു കുട്ടികളെ. അതൊന്നും സാരില്ല, നീ അതൊക്കെ ഞാൻ അപ്പം മാറ്റി തരാം. അതാണ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് എ ഭക്താസ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെയുള്ളവരുടെ കർമ്മങ്ങൾക്കാണ് പുണ്യ, പേഴ്സണാലിറ്റി പ്യൂരിഫയർ. നിർത്തുന്നതാണ്. അത് 682. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിർത്തുക. ബാക്കിയുള്ള പറ്റുന്ന ശ്ലോകങ്ങൾ നമുക്ക് നാളെ വിവരിക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ.